السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദി മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണല്ലോ. അവരുദ്ദേശം നീ സഫലീകരിക്കണല്ലോ. നീ പോണീച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് അവരെ ഹൃദയങ്ങളിൽ, അവരെ കൽബുകളിൽ ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ സകല മുറാദുകളെയും സകല മുറാദിനെയും നീ ഹാസിലാക്കി കൊടുക്കണല്ലോ. അവരുടെ ഉദ്ദേശം നീ സഫലീകരിക്കണല്ലോ. നീ പോണീച്ചു കൊടുക്കണല്ലോ. നീ പോണീച്ചു കൊടുക്കണല്ലോ. നീ പോണീച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിന് ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്ലിസിന്റെ ഹാദിമീങ്ങള്, ഈ മജ്ലിസിനെ വല്ലാതെ പ്രിയം വെക്കുന്നവര്, അല്ലാഹുവേ നീ തളർത്തല്ല റബ്ബേ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. അവർക്ക് ബലാകൾ കൊടുക്കല്ല അല്ലാ. അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാ. അവരെയും ഞങ്ങളെയും നീ അല്ലാഹുവേ നിന്റെ സുഖലോക സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണല്ലോ. നീ ഒരുമിപ്പിക്കണേ തമ്പുരാനേ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഈ മജ്ലിസിന് ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവർ. ഒരു മജ്ലിസ് മുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരമായി അതിനെപ്പറ്റി അന്വേഷിക്കുന്നവർ. അതെന്തിനാണ് അവർ അന്വേഷിക്കുന്നത്? അതിൽ വലുതായി പ്രയാസപ്പെടുന്നത് എന്തിനാണ്? എന്തിനാണ് അവർ പ്രയാസപ്പെടുന്നത്? കാരണം അത്രയും മജ്ലിസിനെ വെച്ചതുകൊണ്ടാണ്. അത്രയും മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ്. ഒരു ദിവസം നമുക്ക് പ്രിയപ്പെട്ട ഒരാള്, നമുക്ക് പ്രിയപ്പെട്ട ഒരാള് ഒരു ദിവസം നമുക്ക് കണ്ടിട്ടില്ലെങ്കിൽ വലിയ ബേജാറാണ്, വലിയ ഇടങ്ങേറാണ്. കാരണം എന്താണ്? അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ്.
നമുക്ക് വലിയ പ്രയാസം തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഈ മജ്‌ലിസ് 1-2 ദിവസങ്ങളില്ലെങ്കിൽ നിങ്ങളെ മജ്‌ലിസ് ഇല്ലല്ലോ, എന്താണോ, നാട്ടിലുണ്ടോ, എന്തൊക്കെ അതിനെപ്പറ്റി തിരക്കുന്നവര് ആത്മാർത്ഥമായി ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. 2 ദിവസം നമ്മളെ മജ്‌ലിസ് ഇല്ലായിരുന്നു, ഞാൻ നാട്ടിലില്ല. കുറച്ചാളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലില്ലായിരുന്നു, ഞാൻ മംഗലാപുരത്ത് ഒരു പരിപാടിക്ക് പോയതാണ്. ഒരു പരിപാടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിട്ട് പോയതായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം മജ്‌ലിസ് നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ പരിപാടിയിലേക്ക് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ മാസം, അടുത്ത മാസം അവസാനം, അതായത് ജനുവരി, നാളെ മറ്റന്നാളല്ലോ കേട്ടോ, ജനുവരി അവസാനം നമ്മളൊരാഴ്ച നമ്മളെ മജ്‌ലിസ് ഉണ്ടാവൂല. കാരണം ഞാൻ ഷാർജയിലേക്ക്, UAE കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ്. ഇടക്കിടക്ക് നമ്മളെ മജ്‌ലിസ് ഇല്ലാതിരിക്കുന്നത് എനിക്ക് പരിപാടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് പങ്കെടുത്ത് ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് കൂട്ടമായി ഇരുന്ന് ദുആ ചെയ്യാം. ദുആണ് എല്ലാവരെയും മജ്‌ലിസിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദുആഇനൊരു ആമീൻ പറയണം. തങ്ങളെ കൂട്ടമായിട്ടുള്ള ദുആഇന് എനിക്കൊരു ആമീൻ പറയണം. ഒരു സഹോദരി പറഞ്ഞതാണ്, തങ്ങളെ മജ്‌ലിസിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്റെ മഹിമ പറയലോട്ടോ, ഒരിക്കലും നിങ്ങൾ അത് ചിന്തിക്കേ വേണ്ട. എന്റെ മഹിമ, എന്റെ ഫളാഇൽ, എന്റെ ഫളീലത്ത് ഞാൻ പറയല്ല, എന്റെ അനാനിയത്ത് ഞാൻ പറയല്ല. അവര് പറയാണ്, ആ സഹോദരി പറയാണ്, നിങ്ങളെ മജ്‌ലിസിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാണ്, അഹ്ലു ബൈത്താണ്. അതുകൊണ്ട് എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. എനിക്കുറപ്പുണ്ട് തങ്ങളെ, എനിക്കുറപ്പുണ്ട്. അത് എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടതുമാണ്. ഒരാളല്ല, കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അനുഭവം പറഞ്ഞു. അപ്പൊ എല്ലാവരും നമ്മളെ മജ്‌ലിസിന് വെയിറ്റ് ചെയ്യുന്നത് ആ ദുആഇനൊന്ന് ആമീൻ പറയാൻ, ദിക്റുകൾ ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് ചൊല്ലി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നമ്മളെ കണ്ണൊലിപ്പിച്ചിട്ട് ആമീൻ പറയാം. നമ്മളെ കണ്ണൊലിപ്പിച്ചിട്ട് ആമീൻ പറയാം. നമ്മളെ കണ്ണൊലിക്കുന്നില്ല, നമ്മളെ ഹൃദയം വിമ്പുന്നില്ല. ഈമാന്റെ കുറവാണത്, ഈമാന്റെ കുറവാണ്. ഈമാനുള്ള ഒരാള് അവന്റെ കണ്ണുകളിൽ നിന്ന് കൺബാഷ്പങ്ങള് ചാലിട്ടൊഴുകും, അവന്റെ ഹൃദയം വിതുമ്പന്റെ മുത്തുമിനിങ്ങളെ അതാവണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെയുള്ള ദിക്റിന്റെ മജ്‌ലിസിനെ, ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസിനെ, ഇങ്ങനെയുള്ള സ്വലാത്തിന്റെ മജ്‌ലിസിനെ, ദുആഇന്റെ മജ്‌ലിസിനെ അല്ലാഹു നീ സ്വീകരിക്കണം. അല്ലാഹ് നീ കബൂൽ ചെയ്യണം. നീ കബൂൽ ചെയ്യണം. ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. വിജയം കൊടുക്കണം. വിജയികളിൽ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബിന്റെ പ്രത്യേകതകളും അതിന്റെ ഫളായിലും നമ്മൾ പറഞ്ഞതാണ്. വലിയ മഹത്വമുള്ള മാസമാണ് റജബ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിനെ വരവേൽക്കാനുള്ള മാസമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാം. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ വഫഖനാ ഫീ ഹരിസ് സിയാമി വൽ ഖിയാമി വത്തിലാവത്തിൽ ഖുർആൻ. റജബ് റമളാനിനെ സ്വാഗതം ചെയ്യാണ്. നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ നമ്മളതിനെ വരവേൽക്കും. 2-3 ദിവസം നമ്മൾ തുടങ്ങും അല്ലേ? പന്തൽ കെട്ടല്. ഇപ്പൊ പന്തൽ കെട്ടലൊന്നുമില്ല, ഓഡിറ്റോറിയത്തിലാണ്. എന്നാലും നമ്മൾ വൈറ്റ് വാഷ് അടിക്കും, വീടും പരിസരമൊക്കെ ഒന്ന് ക്ലിയർ ആക്കും. അതെന്തിനാണ്? ഈ കല്യാണത്തെ സ്വാഗതം ചെയ്യാനാണ്. നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വരും. കടന്നു വരും. അവര് അയ്യേ എന്ന് പറയരുത്, അവര് അയ്യേ എന്ന് പറയരുത്. അപ്പൊ നമ്മൾ പരിസരത്ത് ക്ലിയറാക്കും, അവരെ സ്വാഗതം ചെയ്യാൻ. അതുപോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. ആ പുണ്യങ്ങളുടെ പൂക്കാലമായ
അല്ലാഹുവേ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമായ പരിശുദ്ധ റമളാനിനെ നമ്മൾ വരവേൽക്കുകയാണ്. റജബിലും ശഅബാനിലും നമ്മൾ വരവേൽക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ദിക്ർ ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ, പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിലേക്കൊന്ന് മടങ്ങാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനേ. കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളെ ഖത്മുകൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പരിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങി. നിങ്ങൾ മജ്ലിസിൽ ദുആ ചെയ്യും, മജ്ലിസിൽ ദുആ ചെയ്യും. കാര്യങ്ങൾ റെഡിയായി. നേർച്ചകൾ അയച്ചവര് അല്ലാഹു എല്ലാവരുടെയും നേർച്ച നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ അടുത്ത് 4 സഹോദരങ്ങൾ എടുത്തുണ്ടായതാണ്. ഒരാഴ്ചക്കിടയിൽ 4 സഹോദരന്മാര് വിളിച്ചു, ഞങ്ങളെ ജോലിയില്ല. ഒരാൾ പറഞ്ഞത് ജോലിയില്ല, ഒരാൾ പറഞ്ഞത് സാലറി അർബാബ് അറബി തരുന്നില്ല, കൃത്യമായിട്ട് തരുന്നില്ല, അങ്ങനെ പിടിച്ചു വെക്കാണ്. പിന്നെ ഒരാൾക്കാണെങ്കിലോ 2 പ്രാവശ്യം വിസിറ്റിങ്ങിന് പോയി, 3ാമത്തെ പ്രാവശ്യമാണ് എത്തിയിട്ടുള്ളത്, ഇതുവരെ ജോലി ആയിട്ടില്ല. അത് ചെറിയൊരു സഹോദരൻ. പിന്നെ ഒരാൾ പറഞ്ഞത് എല്ലാവർക്കും ജോലിയുടെ പ്രയാസമാണ്, ജോലിയിൽ വലിയൊരു മശക്കത്തുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്, അത് നീങ്ങണം. എല്ലാവരോടും ഞാൻ പറഞ്ഞത് മജ്ലിസിൽ പങ്കെടുക്കണേ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു. അൽഹംദുലില്ലാഹ്. രണ്ടാഴ്ചക്കുള്ളിൽ ആ 4 പേരുടെ കാര്യങ്ങൾ റെഡിയായി. അവരെ കാര്യങ്ങൾ നടന്നു കിട്ടി. അൽഹംദുലില്ലാഹ്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഫദ്ലൊരിക്കലും മറച്ചു വെക്കാൻ കഴിയൂല. അത് പറയണം. അത് പറയുന്ന സമയത്ത് നമ്മളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ഒരു ആവേശമാണ്, അവർക്ക് ചൊല്ലാനൊരു ഉത്സാഹമാണ്, ഒരു എനർജി ഉണ്ട് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇരുന്നോ, ചൊല്ലിക്കോ, പരാജയപ്പെടില്ല. ഈ ഒരു മജ്ലിസ് നിങ്ങൾക്ക് പരാജയപ്പെടൂല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നും പറയുന്നില്ല. നമ്മൾ റജബിലെ 6ാമത്തെ ദിവസത്തിലെ മജ്ലിസ്. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الجمل الليل كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا راجنا يا ملك الجبار يا مالك الملوك يا الله ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാൻ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം ജീവിതത്തിൽ ഖൈർ നൽകണം എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹുവേ നീ തീർത്ത് നൽകണം ജീവിത വിജയികളിൽ ചേർക്കണം ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ട് ദിക്ർ ഏതാണ് ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ إله إلا الله لا 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 إله إلا
illallah, la ilaha 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 illallah. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്, നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്, ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്, ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണം അല്ലാഹ്, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം, 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 യാ ഹയ്യ യാ ഖയ്യൂം. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ.
ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം അർഹമർ റഹീമിനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ' നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم
لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر
الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്ത് വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് കുറേ ദുആ വസിയത്തുകളുണ്ട് സ്പീഡ് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചു പോകാം അല്ലാഹു സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ ഞങ്ങളെ ദുആ ചെയ്യണേ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ് എൻ്റെ കടയിൽ കച്ചവടം നഷ്ടത്തിലാണ് ഞങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ ഖൈറായ നിലയിലുള്ള കച്ചവടം നീ കൊടുക്കണം അല്ലാഹ് ഞങ്ങളുപ്പാ മരിച്ചുപോയ എൻ്റെ ഉമ്മ ഉപ്പ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ കുടുംബത്തിലെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹുവിന്റെ മരിച്ചുപോയ പൊന്നുമ്മ പൊന്നുപ്പ അല്ലാഹുവിന്റെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം അല്ലാഹുവിന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോടെ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായി ഇതിന്റെ മിഥില തവാബ് അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് പ്രത്യേകമായി ദുആ ചെയ്യണം ഞങ്ങളെ വളരെ വിഷമത്തിലാണ് അല്ലാഹുവേ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ് ഉസ്താദേ വിസന്റെ കാര്യം പറഞ്ഞിരുന്നു അതെല്ലാം ഒരുവിധം ശരിയായിട്ടുണ്ട് ഇനി നാട്ടിൽ നിന്ന് ഗൾഫിലെത്തിയ അവിടെ നിന്ന് പണി കിട്ടണം ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ എല്ലാം നീ ഖൈറിലാക്കി കൊടുക്കണം അല്ലാഹു ഖൈറായ ഒരു ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ് ഉസ്താദേ മോനെ നിസ്കരിക്കാനും ദുസ്വഭാവത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ പൊന്നുമോനെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ് നല്ല പൊന്നുമോനാക്കണേ തമ്പുരാനെ അല്ലാഹുവേ അമലുകൾ ചെയ്യാൻ നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് പൊന്നുമോൻ നീ കൊടുക്കണം അല്ലാഹു ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട് എല്ലാം മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹു എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ് എല്ലാ ബുദ്ധിമുട്ടും നീ തീർത്തു കൊടുക്കണം അല്ലാഹ് ഉസ്താദെ ഒരുപാട് വിഷമത്തിലാണ് ദുആ ചെയ്യണേ അല്ലാഹു വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ് ആങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഒരു തടസ്സവുമില്ലാതെ എല്ലാം റാഹത്തായി കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹു തടസ്സങ്ങളൊക്കെ മാറി എല്ലാം നീ റാഹത്തിനാക്കി കൊടുക്കണം അല്ലാഹ് അടുപ്പിച്ചിട്ട് കൊടുക്കണം അല്ലാഹ് തങ്ങളിപ്പോ മകന്റെ മരുന്ന് നിർത്താൻ തങ്ങളിപ്പോ ദുആ ചെയ്യണേ അല്ലാഹു മകന് നീ ശിഫ കൊടുക്കണം അല്ലാഹ് അജിലായി കാമിലായി പരിപൂർണ്ണ ശിഫ കൊടുക്കണം അല്ലാഹ് ഉസ്താദേ കുട്ടികൾ ഉണ്ടാവാൻ ദുആ ചെയ്യണേ
ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ കൺകുളിർമയുള്ള നല്ല സന്താനങ്ങളെ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ എൻ്റെ ആങ്ങളുടെ കല്യാണം ശരിയാവും പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹു. എത്രയും പെട്ടെന്ന് നീ റാഹത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. മകന് ഹൈറായ ജോലി വിവാഹം പെട്ടെന്ന് ശരിയാവാൻ ഞങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണേ. മകന് എത്രയും പെട്ടെന്ന് നല്ല ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് എടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. സ്വലിഹത്തായ ഇണയെ നീ എടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. ഭർത്താവിൻ്റെ ജോലിയിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. മരുമകന്റെ കടം വീടാൻ ജോലിയിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളുപ്പാ എൻ്റെ ഉമ്മച്ചാക്ക് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതിരിക്കാൻ ദുആ ചെയ്യണേ അള്ളാഹുവിനെ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. മക്കളും മരുമകനും പേരക്കുട്ടിയും നന്നാവാൻ ദുആ ചെയ്യണം അല്ലാഹു. സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ ഉമ്മാക്ക് കാൽവേദനയാണ് മാറാൻ ദുആ ചെയ്യണേ അല്ലാഹു. എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. നല്ല സ്വഭാവികൾ അല്ലാഹുവിനെ ചേർക്കണം അല്ലാഹ്. ഞങ്ങളിപ്പാ സിഹ്റുബാത്തിലാവാൻ ദുആ ചെയ്യണേ. എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഉന്നത വിജയം കൊടുക്കണേ തമ്പുരാനേ. ആങ്ങളൊക്കെ ഒരുപാട് കടമുണ്ട്, അതൊക്കെ വീടാൻ ഞങ്ങൾ ദുആ ചെയ്യണേ. എൻ്റെയും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അസുഖം മാറാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ശിഫ കൊടുക്കണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മരുമകന് കുറേ കടമുണ്ട്, ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. വീടുണ്ടാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. ഹൈറായ ഒരു നല്ല റാഹത്തായ ഒരു ഭവനം, ഒരു മസ്കൻ നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. മോന് പരീക്ഷ എഴുതുന്നത് പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാവാൻ ദുആ ചെയ്യണേ. മനസ്സിന് സന്തോഷമുണ്ടാവാൻ ദുആ ചെയ്യണേ. മോളെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാവാൻ ദുആ ചെയ്യണേ. ഫാത്തിമ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെയും മക്കളുടെ സ്നേഹം കിട്ടാൻ ദുആ ചെയ്യണേ. കടം വിടാൻ ദുആ ചെയ്യണേ. വളരെ വിഷമത്തിലാണ് ഞങ്ങളെ ദുആ ചെയ്യണേ. തങ്ങളെ എൻ്റെ മക്കൾ അനുസരണയില്ല, നല്ല അനുസരണയുള്ള നല്ല പെണ്ണുമക്കളാവാൻ ദുആ ചെയ്യണേ. എൻ്റെ അനിയത്തിക്ക് സുഖമില്ല, അവളുടെ ടെൻഷൻ മാറാൻ ദുആ ചെയ്യണേ. കടം വിടാൻ ദുആ ചെയ്യണേ. അയൽവാസിയായ ഒരു ഉമ്മയുണ്ട്, സ്ട്രോക്ക് വന്ന് നടക്കാനൊന്നും കഴിയുന്നില്ല, ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവിന് ശിഫ കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. പിന്നെ മക്കരപ്പറമ്പ് എന്നുള്ള നമ്മുടെ മജ്ലിസിന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സഹോദരി ഉണ്ട്. അവരുടെ ഭർത്താവ് ഇന്ന് ഖബറിലാണ്. ആണ്ട് ദിവസം എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മൾ എന്തോ ഒരു വിഷയത്തിൽ അത് വിട്ടുപോയി. അവരെ ഖബറിടം നീ റാഹത്തിലാക്കി കൊടുക്കണമല്ലോ. അല്ലാഹുവേ ഖബർ പ്രകാശിപ്പിക്കണമല്ലോ. ഖബർ നീ വെളിച്ചമാക്കണമല്ലോ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണമല്ലോ. ആ പൊന്നാര പൊന്നുപ്പാട ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ലോ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശിനെ അവരുടെ ഖബറിൽ നീ വിരിപ്പിക്കണമല്ലോ. ഹൃദയം കൊണ്ട് ഇഷ്ടം വെക്കുന്നവരാണ് ഈ മജ്ലിസിന് ആ ഒരു കുടുംബം. അവിടെ ജ്യേഷ്ഠത്തി, അവരെല്ലാ കുടുംബാംഗങ്ങൾ, ജ്യേഷ്ഠത്തിന്റെ മക്കള് എല്ലാ ഈ മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ്, ഇവിടെ വരുന്നവരാണ്. അല്ലാഹുവേ പ്രയാസങ്ങൾ കൊടുക്കല്ലോ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ, ഇടങ്ങേറുകൾ കൊടുക്കല്ലോ. അല്ലാഹു ഒരു ബലാകളും ആ കുടുംബത്തിന് നീ കൊടുക്കല്ലോ. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണല്ലോ. അവർക്ക് മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണല്ലോ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നീ കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്, കൂട്ടമായിട്ടുള്ള ദുആയിലേക്ക് കടക്കുകയാണ്. കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس
ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഅയ്മിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ റാഫിഅ യാ അല്ലാഹ് യാ മുദിൽ യാ അല്ലാഹ് യാ സമീഅ യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ് അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ് ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് റൗഡികളാക്കല്ലേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കടമാണ് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് തങ്ങളെ ലക്ഷക്കണക്കിന് കടമുണ്ട് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ് അവരെ കടങ്ങൾ നീ
തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത്
അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനിയെ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.